തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്ത് നടക്കുന്നുവെന്ന് മാധ്യമങ്ങളോടും പരസ്യമായി ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ വീണ ജോർജ്, നമ്മുടെ ആരോഗ്യമന്ത്രി, അദ്ദേഹം പറഞ്ഞതിൽ വാസ്തവമുണ്ട് എന്ന തരത്തിലാണ് ഒരു ബൈറ്റ് നൽകിയത്. അതിനുശേഷം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതുപോലെ ഉപകരണങ്ങൾ എത്തി. പിന്നീട് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡോക്ടർ ഹാരിസിനെതിരെയുള്ള ഒരു കുറ്റപ്പെടുത്തലാണ്. ശേഷം ദേശാഭിമാനിയിൽ ഒരു ലേഖനവും പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇപ്പോൾ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്ക് ഗുരുനാഥന് തുല്യനാണ് എന്നാണ്. മാത്രമല്ല ഈ വിഷയത്തെ അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത് പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. ഹാരിസ് ചിറക്കലിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം, ദേശാഭിമാനിയിൽ വന്ന ലേഖനം, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അദ്ദേഹത്തിനെതിരായുള്ള ഒരു പരാമർശം, ഇതിനെയൊക്കെ എങ്ങനെ വിലയിരുത്താം പ്രശാന്ത് സർ? പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഹാരിസ് ഡോക്ടർ ഇത്തരത്തിലൊരു ആരോപണം പരസ്യമായിട്ട് പറയാൻ പാടുള്ളതായിരുന്നില്ല. അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞത് ഒരുപക്ഷെ ആരോഗ്യ മേഖലയിൽ ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള നല്ല കാര്യങ്ങളെ മറച്ചു പിടിച്ച് ഈ പറഞ്ഞ ഒരു കാരണം മാത്രം ഏറ്റെടുത്ത് ആ നല്ല കാര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം മോശമുണ്ടാക്കുന്ന രീതിയിലേക്ക് ആയിപ്പോകും. അപ്പം അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ള രീതിയാണ് പുള്ളി പറഞ്ഞത്. അപ്പം അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ പറയാൻ പാടില്ല, കൂടുതൽ കാര്യങ്ങൾ ഈ ആരോഗ്യ മേഖലയിൽ ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ സാധാരണക്കാരന് പ്രാപ്തമാകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ സാധാരണക്കാരന് പ്രാപ്തമാകുന്നതല്ല, പ്രാപ്തമാകാത്ത രീതിയിലേക്ക് ഗവൺമെന്റ് ആശുപത്രികളിൽ കുഴപ്പങ്ങൾ ഉണ്ടായത് കൊണ്ടാണല്ലോ ഇപ്പൊ ഹാരിസ് ഡോക്ടർക്ക് അത് പറയേണ്ടി വന്നത്. ഇപ്പൊ ഹാരിസ് ഡോക്ടറിനെ പോലെയുള്ള ഒരു ആളായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കുഴപ്പം ചൂണ്ടിക്കാണിച്ചത്. അത് പിണറായി വിജയൻ മനസ്സിലാക്കണം. കാരണം ഹാരിസ് ഡോക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആരെയും പേടിക്കണ്ട. അദ്ദേഹത്തിന് പ്രൈവറ്റ് പ്രാക്ടീസ് ഇല്ല. അദ്ദേഹം കൈക്കൂലി വാങ്ങുന്ന ആളല്ല. അദ്ദേഹം അഴിമതിക്കാരനല്ല. അദ്ദേഹം ജോലി ചെയ്ത്, കൃത്യമായിട്ട് ജോലി ചെയ്ത് ആ ജോലിയിൽ നിന്നുള്ള ശമ്പളം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. മറ്റെവിടെയെങ്കിലും പോയി ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളല്ല. പ്രഗത്ഭനാണെങ്കിൽ പോലും അദ്ദേഹം ഒരു ഗവൺമെന്റ് സർവീസിൽ നിന്ന് അവിടെ നിന്ന് കിട്ടുന്ന പണം മാത്രം ഉപയോഗിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ലാളിത്യത്തിൽ ജീവിക്കുന്ന ഒരു ഡോക്ടർ. ആ ഡോക്ടർക്ക് അദ്ദേഹത്തിന്റെ സേവനം, ഇതുപോലെ മെഡിക്കൽ കോളേജുകൾ, ആ മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന്റെ സേവനം, ആ സേവനം ആഗ്രഹിച്ചു വരുന്നവർ സാധാരണക്കാരനാണ്. അവർക്ക് കൃത്യമായിട്ട് കിട്ടണം എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്. ഇത് ശ്രദ്ധിക്കാൻ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് സാധിക്കാതെ പോകുന്നു, അല്ലെങ്കിൽ ഒരു ആരോഗ്യമന്ത്രിക്ക് സാധിക്കാതെ പോകുന്നു. എന്തുകൊണ്ട് ആശുപത്രിയിൽ സാധനമില്ലാതെ വന്നത്? ആശുപത്രികൾ ശസ്ത്രക്രിയക്ക് സാധനമില്ലാതെ വരിക എന്ന് പറഞ്ഞാൽ ആ ആശുപത്രിക്കകത്ത് സാധനങ്ങൾ തീരുമ്പോൾ ഒരുപക്ഷെ ആ സാധനങ്ങൾ ഇല്ല എന്നുള്ള അറിയിപ്പ് മേലുദ്യോഗസ്ഥന്മാർ കൊടുക്കുമല്ലോ. അപ്പൊ സൂപ്രണ്ടല്ലേ അത് കൈകാര്യം ചെയ്യേണ്ടത്. സൂപ്രണ്ട് ഒരുപക്ഷെ ഈ കാര്യം മേപ്പോട്ട് വിടുമ്പോൾ സാധനങ്ങൾ വന്നില്ലെങ്കിൽ അത് മന്ത്രിയുടെ അനാസ്ഥയല്ലേ? മന്ത്രിയുടെ അനാസ്ഥ, മന്ത്രിയും ആ കാര്യങ്ങൾ വ്യക്തത വരുത്തി ഗവൺമെന്റിനെ ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ അനാസ്ഥയല്ലേ? അപ്പൊ പിന്നെ ആ കാര്യങ്ങൾ പറയാതിരുന്നാൽ എങ്ങനെ? കാര്യങ്ങൾ പറയാതെ അവിടെ ഈ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ആശുപത്രിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുമായിരുന്നുണ്ടെങ്കിൽ ഇത് പറയേണ്ടി വരത്തില്ല. അപ്പോൾ പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ ചെയ്തേനെയല്ല, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ച ആൾക്കാരുടെ കുഴപ്പമായിരിക്കും. അതിന് പറയാതിരുന്നാൽ, പറഞ്ഞു കഴിഞ്ഞപ്പോൾ നടക്കുമെങ്കിൽ പറയാതിരുന്നാൽ നടക്കാത്തത് കൊണ്ടാണല്ലോ പറയേണ്ടി വന്നത്. അതുകൊണ്ടാണല്ലോ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ആ ഉദ്യോഗസ്ഥന് എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാകും എന്ന് കണ്ട് ആ ഉദ്യോഗസ്ഥൻ ആ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത്. ഈ ഒരു വിഷയം ജനങ്ങൾ ഏറ്റെടുക്കാതെ പോവുകയും, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകാതെ പോവുകയും, പ്രതിപക്ഷം ഏറ്റെടുക്കാതെ പോവുകയും, ഹാരിസ് ഡോക്ടറിന്റെ ഭാഗമായിട്ട് ജനം നിൽക്കാതെ പോവുകയും ഒക്കെ ചെയ്തായിരുന്നെങ്കിൽ ഈ ഹാരിസ് ഡോക്ടറിന് സസ്പെൻഷൻ ആവത്തില്ലേ? അപ്പൊ അത്രയും റിസ്ക് എടുത്ത് സാധാരണക്കാരന് വേണ്ടി നിൽക്കുന്ന ഒരു ഡോക്ടറെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ റിസ്ക് എടുത്ത് സാധാരണക്കാരന് വേണ്ടി നിൽക്കുന്ന മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഉണ്ടോ എന്ന് ജനം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ആലോചിച്ച് മറുപടി പറയേണ്ടി വരും ഇവിടുത്തെ ദേശാഭിമാനി പിണറായി വിജയൻ. അതാണ് ഇപ്പോഴത്തെ സംഭവം. ദേശാഭിമാനി വലിയ തിട്ടൂരം എഴുതുന്നു, എല്ലാ വികസനങ്ങളും നടത്തുന്നു. വികസനങ്ങൾ നടത്തുന്നതിനകത്ത് ഇദ്ദേഹത്തിന്റെ പറച്ചിൽ കൊണ്ട് കുഴപ്പം വരുന്നു. ഇദ്ദേഹത്തിന്റെ പറച്ചിൽ കൊണ്ടല്ല കുഴപ്പമുണ്ടായത് കൊണ്ടാണ് അദ്ദേഹത്തിന് പറയേണ്ടി വന്നത്. അങ്ങനെ കുഴപ്പം ഉണ്ടാക്കാതെ ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഉണ്ടാവേണ്ടത്,
അല്ലാതെ ഞങ്ങൾ വളരെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു, വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുന്നത്. സാധാരണക്കാരന്റെ താല്പര്യങ്ങൾ, രാജ്യത്തിന്റെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ജനം നിങ്ങളെ തെരഞ്ഞെടുത്ത് വിടുന്നത്, അല്ലെ മന്ത്രിയാക്കുന്നത്, ആരോഗ്യമന്ത്രിയാക്കുന്നത്, മുഖ്യമന്ത്രിയാക്കുന്നത്. അപ്പൊ അത്തരത്തിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ജനപ്രതിനിധി അല്ലെങ്കിലും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ കൂടി സാധാരണക്കാരനെ സേവിക്കാൻ താല്പര്യപ്പെടുന്ന അഴിമതിക്കാരനല്ലാത്ത ഒരു പറയുന്നത് പോലെ ഒരു ഡോക്ടർക്ക് അദ്ദേഹത്തിന് എന്ത് വന്നാലും ഈ മാതിരി സാധാരണക്കാരന് കിട്ടാത്ത കാര്യങ്ങൾ എന്റെ പറച്ചിലുകൾ കൊണ്ട് കിട്ടണം, അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പം വന്നാലും കിട്ടണം, അതിനകത്ത് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഏറ്റോളാം എന്നുള്ള രീതിയിലേക്ക് ഒരു ഡോക്ടർ പ്രതികരണം നടത്തേണ്ടി വന്നത്. ഈ രീതിയിലേക്കുള്ള ആക്ഷേപം വളരെ കൂടുതൽ ആയിട്ട് കേട്ടുകൊണ്ടിരുന്നതാണ്. മരുന്നില്ല, അല്ലെങ്കിൽ ഉപകരണങ്ങളില്ല, ഡോക്ടർമാർ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, ആശുപത്രിയിൽ ഈ പറയുന്ന വികസനത്തിന്റെ കാര്യത്തിനകത്തും അല്ലെങ്കിൽ മുമ്പത്തെക്കാട്ടിൽ ഏറെ പുരോഗതിയിൽ വന്നിട്ടുണ്ടെങ്കിലും ആശുപത്രിക്ക് അകത്ത് ആ ആശുപത്രിയുടെ പുരോഗതിക്ക് അനുസരിച്ച് ആശുപത്രിക്ക് രോഗികൾക്ക് പ്രാപ്തമായ ചികിത്സ കിട്ടുന്നതിനും ആശുപത്രിയിൽ ഉണ്ടാക്കിയ വികസനം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനും സാധിക്കാതെ പോവുകയും അല്ലെങ്കിൽ അത്തരത്തിൽ വേണ്ടാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു മാനേജ്മെന്റും ചില ഡോക്ടർമാരും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം ഇതിനകത്ത് വലിയ മാഫിയ ഉണ്ട്. ആശുപത്രികൾ കൈകാര്യം ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ വലിയ മുതലാളിമാരാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൈകാര്യം ചെയ്യുന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ സാധാരണക്കാരനും അല്ലെ മറ്റാർക്കും ഉതകുന്ന രീതിയിലുള്ള ചികിത്സയും സംവിധാനങ്ങളും ഡോക്ടർമാരും ഒക്കെ ഉണ്ടായാൽ, അവർക്ക് ഉതകുന്ന രീതിയിലേക്ക് പോയാൽ മറ്റു പലരുടെയും ഇതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെയും അതിനെ നിയന്ത്രിക്കുന്ന മാഫിയകളുടെയും ഒക്കെ കാര്യങ്ങൾ നടക്കാതെ പോകും. അത്തരത്തിലുള്ള ഒരു കാര്യം, അത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു ഇടപെടി ഇത്തരത്തിൽ ആശുപത്രികൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ ഉണ്ടായിട്ടായിരിക്കുമല്ലോ ആശുപത്രികൾ വേണ്ട രീതിയിൽ ശസ്ത്രക്രിയ സാധാരണക്കാരന് പ്രാപ്തമല്ലാതെ വരുന്നത്, അല്ലെങ്കിൽ അവിടെ ഉപകരണങ്ങൾ മേടിച്ചു കൊടുക്കേണ്ടി വരുന്നത്, ഉപകരണങ്ങൾ ഇല്ലാതെ വന്നിട്ടും വീണ്ടും അവിടെ ഉപകരണങ്ങൾ എത്തിക്കാതെ വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അത് വെളിച്ചത്ത് കൊണ്ടുവന്നതാണ് ചെയ്തത്. അപ്പൊ ആ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ആളിനെ ഒരുപക്ഷെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് ദേശാഭിമാനിയും ഇടതുപക്ഷവും ഒക്കെ പോകുന്നത് ശരിയായ നടപടിയല്ല. പിണറായി വിജയൻ പറഞ്ഞത് അത്തരത്തിൽ അദ്ദേഹം പറയണ്ടായിരുന്നു. ഒരുപക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നു, വേണ്ട രീതിയിൽ ധരിപ്പിച്ചാൽ മതിയായിരുന്നു. അത് ആ ഒരു പറച്ചിൽ കൊണ്ട് പല നല്ല കാര്യങ്ങളും ആശുപത്രിയും ഒക്കെ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ആ നല്ല കാര്യങ്ങളെയൊക്കെ മറച്ചു പിടിച്ച് എല്ലാം കുഴപ്പമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷം ഉൾപ്പെടെ ചില ആൾക്കാർ ശ്രമിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ശ്രമിക്കാനുള്ള ഒരവസരം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കാര്യം പറയാനുള്ള ഒരു അവസരം ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്താണ് തിരുത്തൽ വരുത്തേണ്ടത്. അത്തരത്തിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോയാൽ, അത്തരത്തിൽ തിരുത്തൽ വരുത്താൻ കഴിയാത്തവരാണ് ഇതിന്റെ മുകളിലിരിക്കുന്നത് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുന്നെങ്കിൽ അവരെ മാറ്റിയാലും ഈ പ്രശ്നങ്ങൾ തീരുന്നേ ഉള്ളൂ. അതുകൊണ്ട് പിണറായി വിജയൻ ഒരു കാര്യം ശ്രദ്ധിക്കുക, ദേശാഭിമാനിയോടും ഇടതുപക്ഷത്തോടും ഒക്കെ പറയുക, അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ പണ്ട് ഒരു ചട്ടിയുടെ വിവാദം അല്ലെങ്കിൽ പെൻഷന്റെ വിവാദം വന്നതുപോലെ ആക്ഷേപമായി പോവും. ഹാരിസ് ഡോക്ടർക്കെതിരെ അനാവശ്യമായിട്ടുള്ള വിവാദം അല്ലെങ്കിൽ ന്യായമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞ കാര്യത്തിനകത്തെ അന്യായങ്ങൾ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് നിന്ന് തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും പിണറായി വിജയനും അത്തരത്തിൽ പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ഒരു ഇടതുപക്ഷ സർക്കാരിനും പ്രാപ്തമായിട്ടുള്ളത്, നല്ലതായിട്ടുള്ളത് എന്നാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.